ഈ ഒരു റൂം എനിക്കൊരു ഗെയിമിംഗ് റൂം പണിയാണെന്നുണ്ടെങ്കിൽ വേറെ നല്ല വൃത്തിക്ക് ലൈവ് ചെയ്യണം. അതിപ്പോ എനിക്കൊരു വാശിയാണ്. ഇതിന് ഭ്രാന്ത് നല്ലാതെ വേറെന്താ പറയാ? ഉറക്കത്തിൽ കണ്ട സ്വപ്നമായിരുന്നു ഓട്ടെന്ന് വെച്ചേനായിരുന്നു. ഇത് ഉറങ്ങാൻ സമ്മതിക്കാത്ത സ്വപ്നമാണ്. ഇനി പറഞ്ഞില്ലേ അമ്മ പറഞ്ഞ നാട്ടുകാർ മുഴുവൻ പറയും വെങ്കിടിക്ക് ഭ്രാന്താണ്. ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ക്രൈസി പാണ്ട വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മളിപ്പോ ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങടേക്കാണെന്ന വഴിയെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് പലർക്കും അറിയാം, എന്റെ ഒത്തിരി നാളായിട്ടുള്ള ഒരു വലിയൊരു സ്വപ്നമാണ്. ആ ഒരു സ്വപ്നത്തിന്റെ മെയിൻ സംഭവം നടക്കാൻ പോവുകയാണ്. തികച്ച അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് NTയുടെ PC സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങള്. അവിടെ അങ്ങനെ വന്ന് നിന്ന് പെട്ടെന്ന് എന്തോ വിധിച്ചതാണെന്ന് പറയാം. പെട്ടെന്ന് ഒരു തോന്നലും കാര്യവും വന്ന് നമ്മ പെട്ടെന്ന് നമ്മുടെ PC അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അങ്ങനെ ഫൈനലി അത്യാവശ്യം നല്ല സ്പെക്കും കാര്യമായിട്ട് നമ്മുടെ PC ഇപ്പൊ ബിൽഡ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഗീക്ക് ബോക്സിലാണ് ബിൽഡ് ചെയ്യണേ. അപ്പൊ നേരെ നമ്മ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ റോഷിം ബ്രോ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ലിയോ ഉണ്ട്, മെറ്റടിച്ചെത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തുനിന്ന്. അത് നേരെ ഞങ്ങളിപ്പോ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ ലൈവും കണ്ടന്റ് കാണുന്നവരാണെങ്കിൽ ഒത്തിരി ആയിട്ട് അറിയാം ഇപ്പൊ ഈ ഒരു കാര്യം എന്റെ എത്രമാത്രം സ്വപ്നമാണെന്നുള്ളത്. അപ്പൊ ഇനി തൊട്ട് ലാഗും അല്ലെങ്കിൽ നല്ല എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനൊക്കെ ഇതൊരു കാരണമായിക്കോട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഗീക്ക് ബോക്സിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് പിന്നെ PC ബിൽഡിങ് കാണാം, എല്ലാം ചെയ്യാം. എന്തൊക്കെയാണ് സ്പെക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേക്കാം. നമ്മള് തിരുവനന്തപുരത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാളയം പള്ളി കാണാം. റൈറ്റ് സൈഡ് പാല മുസ്ലിം സ്റ്റേഡിയം, പിന്നെ ഇവിടെ സ്റ്റേഡിയം നമ്മളുടെ ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ടാണ് PC എടുത്തത്. PC എടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റോഷൻ ബ്രോക്ക് ഇന്നലെ PC ബിൽഡ് ചെയ്യായിരുന്നു. റോഷൻ ബ്രോ അത് എങ്ങനെയായിരുന്നു ആ സംഭവം? റോഷൻ ബ്രോ തന്നെ പറയും. അത് ശരിക്കും പറഞ്ഞ ഭയങ്കര ഒരു എന്താ പറയുക ഫണ്ണിയസ്റ്റ് മൂമെന്റ് ആയിരുന്നു. എന്നുവെച്ചാൽ എന്റെ PC നല്ല സെറ്റ് ആക്കുമായിരുന്നു. എൻ്റെ നമ്മുടെ നമ്മുടെ ഫ്രണ്ട് സിദ്ധിന്റെ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുക. അപ്പൊ കുറെ PC ഇരിക്കുന്നു, അടിപൊളി തുറന്നു ഗെയിമിങ് എക്സ്ട്രീം PCs ഇരിക്കുന്നു. അപ്പം പാണ്ട ഇങ്ങനെ എല്ലാം കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ നൈസായിട്ട് ചോദിച്ചു, പാണ്ടേ നമുക്കൊരു PC എടുത്താലോ? അതെ, പാണ്ട ഇങ്ങനെ അലച്ചിട്ട് എത്ര ആവും ഇതിനൊക്കെ, എത്ര ആവും ബ്രോ? അപ്പം ജസ്റ്റ് ഒരു ഡയലോഗ്, ഇത് ഇങ്ങനെ സാധനം, ഇന്ന സാധനം എടുക്കാം. നേരെ പോയി. അതും നല്ല എക്സ്ട്രീം PC എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം PC-യാ. അതെല്ലാം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്, കാണാൻ പോകുന്നതേ ഉള്ളൂ. ശരിക്കും ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. ഇവിടെ വരുമ്പോ പോലും മറ്റേ PC എടുക്കണമെന്ന് ഒരിടത്ത് പോലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ തന്നെയാണ് പല കാര്യങ്ങളും നടന്നേക്കണത് ലൈഫില്.
അപ്പൊ പെട്ടെന്ന് അങ്ങനെ എടുത്തൊരു തീരുമാനം, പെട്ടെന്ന് ഒരു PC എടുക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തിയതാണ്. എന്തായാലും നമുക്കിനി ഗീക്ക് ബോക്സിൽ എത്തിയിട്ട് ബാക്കി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. PCയും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണിച്ചു തരാം. എന്തായാലും നമ്മൾ അവിടെ ചെന്നിട്ട് ബിൽഡ് ചെയ്യണം, കാരണം വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്തായാലും ബിൽഡ് ചെയ്യണം കൂടി നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഗീക്ക് ബോക്സ് എത്തിയിരിക്കുകയാണ്. ചെല്ലാം നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് ഇറച്ചെല്ലാം, എന്നിട്ട് അവിടെ PC കാര്യമൊക്കെ നോക്കാം. അപ്പോ എന്ത് പറയാനാ, PC ബിൽഡിംഗ് എന്തായാലും തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ കൂടെ എനിക്കും തോമയുണ്ട്. അവരിപ്പോ വേറെ സ്ഥലത്ത് നിൽക്കുന്നതാണ്. അവരിപ്പോ എന്തായാലും എത്തും. പിന്നെ തുടങ്ങിയോ? നമ്മൾ 3070 Ti എടുത്തു. അപ്പൊ നിനക്ക് അതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? 3070 Ti ഈ ഒരു കാർഡ് ചൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാർഡ് വേണോ? അത് ഇതിന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതായിട്ട് കണ്ടിട്ട് എന്തെങ്കിലും അങ്ങനെ പേഴ്സണൽ ആയിട്ട് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫീച്ചർ ആയിട്ട് കാണുന്നുണ്ടോ? അങ്ങനെ അതായത് മെയിൻ നമ്മളുടെ ഉദ്ദേശം പറഞ്ഞെങ്കിലും ലാഗ് സ്ട്രീമും അല്ലെങ്കിൽ എഡിറ്റിംഗ് ഭയങ്കര ലിമിറ്റേഷൻ വെച്ചിട്ട് ചെയ്യണത് ഒട്ടും പറ്റണില്ല. ഒരു കാർഡ് വേണമെന്നുണ്ട്. അതുപോലെ ഇതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്ക് സത്യം പറഞ്ഞാൽ ഐസിൽ എടുക്കാൻ ഞാൻ പറയാൻ കാരണം, ഒന്ന് ഇതിന്റെ ചില്ലായിട്ടുള്ള വളരെ കൂളിംഗ് എഫിഷ്യൻസി കൂടിയ ഒരു കാർഡാണ്. നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐസില്ല, വൺ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ലൈൻ കാർഡാണ്. യൂസ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചാൽ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതിൽ ഈ ARGB ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് കസ്റ്റമായിട്ട് KC പോണ്ട ഗെയിമിംഗ് ഇതൊക്കെ ഇത് കൊടുക്കാം. ഓക്കെ, അതൊക്കെ ഇതിന്റെ ഒരു ഈ ഒരു കാർഡിന്റെ മാത്രം പ്രത്യേകതയാണ്. പൊതുവെ ബാക്കിയുള്ള കാർഡ്സിലൊന്നും ഇല്ല. അടുത്ത് നമ്മുടെ ഈ ഒരു പ്രോസസർ നിങ്ങൾക്കറിയാം, 5900X എന്തായാലും നിങ്ങൾക്ക് ഒരു ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രോസസറാണ്. അതുപോലെ കണ്ടിന്യൂസ്ലി റണ്ണിംഗ് ഉണ്ട്. റെൻഡറിംഗ് ടൈം ഒക്കെ 100% ലോഡിലായിരിക്കും വരിക. അപ്പൊ ഡെഫിനറ്റ്ലി ഒരു പക്കയായിട്ടുള്ള ഒരു ലിക്വിഡ് കൂളർ തന്നെ വേണം. അപ്പൊ പുള്ളിയുടെ അടുത്ത് ചോദിച്ചായിരുന്നു, ഈ ഡിസ്പ്ലേ ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട് അതിലോട്ട് പോകണം. കാരണം അങ്ങനെ പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ 20-22,000 രൂപയോളം ആണ് മാർക്കറ്റിലെ റേറ്റ് വരുന്നത്. പിന്നെ ജിഗാബൈറ്റിന്റെ സാധനമുണ്ട്, പക്ഷെ അത് അത്ര ക്വാളിറ്റി ഇല്ല എന്നാണ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. കാരണം ടെമ്പറേച്ചർ ഇഷ്യൂസ് കുറെ ഉണ്ട്. പിന്നെ ഉള്ളത് NZXT ആണ്. NZXT നിങ്ങൾക്ക് അറിയാം, അതിന്റെ ഒരു 2050Z53 അറൌണ്ട് 20,000 റേറ്റ് വരുന്നുണ്ട്. അപ്പം അതും 240 എമൗണ്ടിന്. അപ്പൊ നമുക്ക് ഇവിടെ 360 ആണ് നമ്മൾ ചൂസ് ചെയ്തത്. 360യുടെ സിൽവർ എഡിഷൻ, കുളമാഷിന്റെ ML360P സിൽവർ എഡിഷൻ അതാണ് എടുത്തിരിക്കുന്നത്. വേറെ നല്ല ക്യാബിനറ്റിന്റെ കളർ വൈറ്റ് ആണ്, അപ്പൊ അതൊരു മാച്ച് ചെയ്യാൻ പറ്റണം. പ്ലസ് നമുക്ക് അത്യാവശ്യം ലുക്കും വേണം, പെർഫോമൻസും വേണം. പെർഫോമൻസ് അതാണ് മുഖ്യം അല്ലേ. അപ്പം മുഖ്യമായിട്ടുള്ള സാധനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഒരു കൂളർ ചൂസ് ചെയ്തത്. ഇതിന്റെ ടെമ്പറേച്ചർ നമുക്ക് ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രയാണ് അതിന്റെ വാല്യൂസ് വരുന്നത് കേട്ടോ. ARGB ലൈറ്റ് സ്ട്രിപ്പ് ഉള്ള ഇതാണ് ട്യൂബാണ് വെച്ചിരിക്കുന്നത്. അറൗണ്ട് ഒരു 2000 രൂപയാണ്. പക്ഷെ അത് എസ്തെറ്റിക് വൈസ് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ക്യാബിനറ്റിന്റെ ഒരു ലൈറ്റ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. അതുകൊണ്ട് മാത്രം സ്ട്രിപ്പ് ഒന്നും വെക്കാതെ നമ്മൾ ട്യൂബിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്, ഒരു വ്യത്യസ്തമായിട്ട്. ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഒരു വെറൈറ്റി നമുക്ക് വേണമെങ്കിൽ ടീം ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും. അതിന് രണ്ടെണ്ണം കപ്പിൾ ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ PSU ആണ്. PSU ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്, പ്രോസസർ, ബാക്കി എല്ലാത്തിനും കണക്കാക്കി തന്നെ DQ-ന്റെ, അതായത് DQ-ന്റെ DQ750 ഗോൾഡ് സർട്ടിഫൈഡ് PSU ആണ്. 850 വേണമെന്നൊക്കെ നമുക്ക് ചോദിക്കാം, ഇതിന് ഇത്രയും മതിയുള്ളൂ. TDP വാല്യൂഷൻ വെച്ചിട്ട് നമുക്ക് 750 ഈസ് മോർ ദാൻ ഇനഫ്. കറക്റ്റ് ആണ്, ഒപ്റ്റിമം ആയിട്ട് വെക്കും. പിന്നെ ഫീച്ചർ പ്രൂഫ് ആയിട്ട് പുള്ളിക്കാരൻ എല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ അപ്ഗ്രേഡേഷൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ നമ്പർ ഓഫ് ഫാൻസ് ഇതിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഈ റേഡിയേറ്ററിന്റെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇൻടേക്ക് പോലും വേണ്ട, കാരണം ഓപ്പൺ കേസ് ആണ്. അപ്പൊ നമുക്ക് DQ750 ഈസ് മോർ ദാൻ. പിന്നെ മോർ ഓവർ ഇതൊരു വൈറ്റ് കളർ എന്താണ് PSU ആണ്. വൈറ്റ് ആയതുകൊണ്ട് തന്നെ കേബിൾ മോഡ്സിന്റെ ആവശ്യമില്ല. കാൻടെക്കിന്റെ ടോർക്ക് ആണ് നമ്മുടെ ക്യാബിനറ്റ്. ഇത് ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ. ഇതിന്റെ ബോക്സ് മാത്രമേ ഉള്ളൂ, ക്യാബിനറ്റ് അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഈ ക്യാബിനറ്റ് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത് പുള്ളിയെല്ലാം പറയട്ടെ. എല്ലാവരും ചോദിക്കുമായിരിക്കും, എന്തിനാണ് ഇത്രയും വലിയ 30,000 രൂപയുടെ ക്യാബിനറ്റ് ഒക്കെ സജസ്റ്റ് ചെയ്തത്, അത് നമുക്ക് ഓവർ ആയി പോയില്ലേ, നിങ്ങൾക്ക് ഇതിൽ അത് കൂട്ടാം, XYZ ആക്കാം, 3070 Ti മാറ്റി വേറെ ഏതെങ്കിലും കാർഡാക്കാം എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. പുള്ളി തന്നെ പറയും അതിന്റെ ആൻസർ. അല്ല, ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, കാണുമ്പോൾ ഒരു ലുക്ക് വേണം ഫിസിക്ക് എന്നുള്ളത്. ഇപ്പൊ പറയാനാണെങ്കിൽ ഇതിലും കുറഞ്ഞ ഏതെങ്കിലും ക്യാബിനറ്റ് വെക്കാം ശരിക്കും. പക്ഷെ എന്റെ ഒരു ഡ്രീം ആയിട്ടുള്ള PC ബിൽഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ലുക്കും കാര്യം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു എന്തായിരിക്കണം.
അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമുക്ക് A to B, അതായത് ട്രിവാൻഡ്രം ടു കൊല്ലം പോകണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കാർ റെന്റിന് എടുത്ത് പോകാം. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ KSRTC ബസ്സിൽ പോകാം, അല്ലെങ്കിൽ ഒരു ബൈക്കിൽ പോകാം. നമുക്ക് ഏത് കാറിന്റെ ബ്രാൻഡ്, ഏതെങ്കിലും ഒരു കാറോ ഒരു വാഹനമോ വേണം എന്ന് മാത്രമേ പർപ്പസ് ഉള്ളൂ. പക്ഷെ പർപ്പസിലുപരി നമുക്ക് വേണ്ടത് നമുക്ക് നമ്മുടെ പേഴ്സണൽ ഒരു ഗ്രാറ്റിഫിക്കേഷൻ ആണ്. നമ്മളിത് ഓൺ ചെയ്യുമ്പോൾ ഓക്കെ ഇത് എന്റെ ഡ്രീം PC ആണ് എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ, ഇപ്പോൾ കാസ്ട്രോഡൊക്കെ PC ബിൽഡ് ചെയ്യുമ്പോൾ പുള്ളിക്കാരന് അവന്റേതായ ഒരു ആഗ്രഹവും അംബീഷനും ഉണ്ട്. അതേപോലെ ഇഷ്ടം പോലെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പല യൂട്യൂബേഴ്സും ചെയ്യുമ്പോൾ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും ഉള്ളിൽ, എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകണം, അല്ലെങ്കിൽ എന്റെ ഡ്രീം PC ആണ്, അതിലൊരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് ആകപ്പാടെ ലുക്കിൽ പ്രാധാന്യം കൊടുക്കാൻ പറ്റിയ ഒരു സാധനം ടാബ്ലറ്റ് ആണ്. ഇനി ഒരു മോണിറ്റർ കൂടെ ചൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് ബെൻക്യുവിന്റെ മോബിയ സീരീസ് അല്ല. നമുക്ക് നേരെ ബിൽഡിലോട്ട് പോകാം, അല്ലെ? ബിൽഡിലോട്ട് തന്നെ പോവാം. അപ്പൊ നമ്മുടെ ബിൽഡ് ചെയ്യാനായിട്ട് നമ്മുടെ ബിൽഡറൊക്കെ സെറ്റ് ആണ്, നമ്മുടെ ഏരിയ സെറ്റ് ആണ്. നമുക്കിപ്പോ ഡയറക്റ്റ്ലി ബിൽഡിലോട്ട്. ഞാനിപ്പോ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എന്റെ സ്വപ്നത്തിലേക്കാണ്. PC-യുടെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഫുൾ ഓക്കെ അല്ലേ? ഓക്കെ. വിൻഡോസ് ഏതായിട്ട്? 11 ആണ് ഏറ്റവും. PC-യുടെ ബിൽഡ് മൊത്തം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഓണാക്കി നോക്കാം. ഓണാക്കൽ ചടങ്ങ് അതേക്കെ എടുത്തോണേ. സിസ്റ്റം കണക്ട് ചെയ്യണം. മോണിറ്റർ ആ മോണിറ്റർ എടുത്തോളാം. ഓക്കെ, ലൈറ്റ് അടച്ചിട്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പാഷൻ, അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, അതിനെ വിടാതെ മുറുകെ പിടിക്കുക. പണം നിങ്ങളെ തേടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പണം തേടി വരുന്നതല്ലത്, സമൂഹത്തിന്, നിങ്ങളുടെ ഉപഭോക്താവിന് നിങ്ങളെ ആവശ്യമായി വരും. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ആ സ്വപ്നമാണ് നിങ്ങളെ നയിക്കുന്ന ശക്തിയെങ്കിൽ നിങ്ങളൊരു വിജയമാകും. ഇതാണ് നമ്മളുടെ PC ബിൽഡ് ചെയ്ത് കഴിഞ്ഞ്. ഇതാണ് നമ്മളുടെ PC. ഒത്തിരി നാളായിട്ടുള്ള കാത്തിരിപ്പത്തൊക്കെ വേണേൽ പറയാം. അപ്പൊ ഗൈസ്, നമ്മളെ PC കാര്യങ്ങളെല്ലാരും കണ്ട് എനിക്ക് ഇഷ്ടമായത് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. എന്തായാലും ഇനി ലാഗ് ഇല്ലാത്ത നോ മോർ ലാഗ് സ്ട്രീം എന്നൊക്കെ പ്രതീക്ഷിക്കാം. നല്ല നല്ല കണ്ടന്റ്സ് എന്തായാലും ഇടാനായിട്ട് ഇതൊക്കെ ഒരു കാരണമാകട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. റെഗുലർ സ്ട്രീമർ, റെഗുലർ കണ്ടന്റ് ക്രിയേറ്റർ. NT ആണ് ഇപ്പൊ കളിച്ചു നോക്കുന്നുണ്ട്. FPS എത്ര ആയിട്ടുണ്ട്? 500. ലോക്ക്ഡൌൺ ദിവസമാണ് ഞായറാഴ്ച. അങ്ങനെ PC ബിൽഡിങ് കാര്യം കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം 12 മണിയൊക്കെ ആയി. പിന്നെ നല്ല രീതിയിൽ ടയേർഡായിരുന്നു. അപ്പോൾ ഗീഗ് ബോസിൻ്റെ ഓണർ പ്രശാന്തേട്ടൻ വീട്ടിൽ കിടന്നിട്ട് പോകാമെന്ന്. കിടന്ന് മാത്രമേ ഓർമ്മയുണ്ടായുള്ളൂ. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ അത് കാറിൽ കൊണ്ടുവന്നെ ഈ വലിയ ക്യാബിനായതുകൊണ്ട് ഇവിടെ മൂലയിൽ ഇടുങ്ങിയിരിക്കണത് തോമ ഫ്രണ്ടിലുണ്ട്. പിന്നെ തോമയുടെ ഫ്രണ്ടിൽ കണ്ട തബല്ലേ തോമ അത് കൊട്ടിക്കാടിച്ച്. അപ്പൊ ഞങ്ങള് നേരെ പോയിക്കൊണ്ടിരിക്കണം. എന്നിട്ട് വീട്ടിൽ പോയിട്ട് സെറ്റ് ചെയ്യണം. പിന്നെ ടേബിൾ പണിയിക്കണം കസ്റ്റം. ഇതാണ് ചെയ്യാനുള്ളത്. എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളില്ലാണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയുവാണ്, കുളിച്ച് മാക്കാച്ചീനെ പോലെ ഉണ്ട്. കുളിച്ചിട്ടും ഇല്ല, മറ്റേ മുടിയൊക്കെ എന്തോ പോലെയൊക്കെ ഉണ്ട്. 2 ദിവസമായി കുളിച്ചിട്ടുണ്ടോ? വളമാറി. ഞാൻ ഇന്നലെ കുളിച്ചായിരുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങളോട് ആണ് എനിക്ക് ഏറ്റവും വലിയ താങ്ക്സ് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊന്നും എനിക്ക് ഒരിക്കലും നേടാനും ഇവിടെ നിന്ന് എത്താനാവത്തില്ലായിരുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ഓൾ ദ സപ്പോർട്ട്. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സൈനിങ് ഓഫ്. ക്രേസി പാണ്ട ചാനൽ സബ് ചെയ്യാൻ മറക്കണ്ട. ഇതിലും കുറെ പുതിയ വ്ളോഗിന് വേണ്ടിയാണ്. ഇത് സീൻ എഡിറ്റിംഗ് ആയിരിക്കും.
ബിലീവ് ഇൻ മീ.